കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാവരെയും മന്നായുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്ന തിരുവചനം. ആ വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ റെമീജിയസ് ബ്രദറും ഗ്ലാഡിസ് സിസ്റ്ററുമാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. റെമീജിയസ് ബ്രദർ, അദ്ദേഹം എറണാകുളം ജില്ലയിലെ വൈപ്പിൻകര സ്വദേശിയാണ്. ഇപ്പോൾ അദ്ദേഹം തോപ്പുംപടിയിൽ, കൊച്ചിയിലെ തോപ്പുംപടിയിൽ സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹം 35 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, 2 പേരക്കുട്ടികളുമുണ്ട്. അദ്ദേഹത്തെ, കുടുംബത്തെയും നമുക്കൊന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഒരിക്കൽ കൂടി എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഗൾഫിലാണ്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നു. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നത് ഒരു വലിയ കുടുംബത്തിലാണ്. 8 മക്കളുള്ള ഒരു വലിയ കുടുംബം. ഞാൻ 7ാമത്തെ മകൻ. അങ്ങനെ ഞങ്ങൾ 8 മക്കളോടുകൂടി കുടുംബത്തിൽ ജനിച്ചു. എല്ലാവർക്കും ലഭിച്ചതുപോലെ തന്നെ പ്രാഥമികമായ ആത്മീയ പഠനങ്ങളെല്ലാം എനിക്കും ലഭിച്ചിരുന്നു. അതെല്ലാം പഠിച്ചു. കാറ്റഗിസം എല്ലാം പഠിച്ചൊക്കെ തന്നെയാണ് വളർന്നതെങ്കിലും പിന്നീട് ഞാൻ വളർച്ച നമ്മുടെ നല്ല പ്രായമെത്തിയപ്പോഴേക്കും കുടുംബത്തിൽ ഉണ്ടായ ചില തകർച്ചകൾ എന്നെ ആത്മീയതയിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അതിന് കാരണം എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ വളരെ ഭയാനകമായ മദ്യപാനത്തിന് അടിമയും ഒത്തിരി കുടുംബത്തിൽ തകർച്ചകളും വഴക്കുകളും കോലാഹലങ്ങളുമായിരുന്നു. അപ്പോൾ കുടുംബത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് സമാധാനം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇതിനിടയിൽ ഞങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം എന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെന്നെ കൂടുതലൊരു സ്വാർത്ഥനായ മനുഷ്യനാക്കുകയും സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ച് വേണം ജീവിക്കാനെന്നും മറ്റുള്ളവരുടെ കഴിവുകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഞാൻ പിന്നീട് ജീവിച്ചു പോകുന്നതെല്ലാം. ഇതെല്ലാം എന്നെ ഒത്തിരി വലിയൊരു പാപകരമായ ജീവിതത്തിലേക്ക് നയിച്ചു. സ്വാർത്ഥത കൂടി, അതുപോലെയുള്ള പാപങ്ങൾക്കെല്ലാം ഞാൻ അടിമയായി. കൽപ്പനകൾ ലംഘിക്കുന്നതിലൊന്നും യാതൊരു മടിയും എനിക്കില്ലായിരുന്നു. അതൊരു പാപമാണെന്ന് പോലും കരുതാത്തവണ്ണം ഒരു യുക്തി ചിന്തയ്ക്ക് ഞാൻ യഥാർത്ഥത്തിൽ അടിമപ്പെട്ടു പോയിരുന്നു. ഒരു സ്വന്തം യുക്തി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയെന്ന് ഞാൻ പറയുന്നു. കാരണം അന്ന് എനിക്ക് താല്പര്യമുള്ള പുസ്തകങ്ങളും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളുമാണ് ഞാൻ കൂടുതൽ വായിച്ചിരുന്നതും
അതുപോലെ കമ്മ്യൂണിസം എനിക്കൊരു വലിയൊരു ഹരമായിരുന്നു. എവിടെയും എല്ലാ കാര്യങ്ങൾക്കും ചാടി വീഴുക, നീതി നടപ്പിലാക്കാൻ, മാനുഷികമായ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അപ്രകാരമൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ ജീവിതമായിരുന്നു. വളരെ സ്വാർത്ഥപരമായ ഒരു ജീവിതമായിരുന്നു എനിക്ക് നേരത്തെ കാലത്ത്. ഒരു ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും അതെ. പിന്നീട് ബ്രദറിന്റെ വിവാഹം കഴിയുന്നു. വിവാഹം 25-ാമത്തെ വയസ്സിലാണ് അല്ലേ വിവാഹം കഴിക്കുന്നത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വളരെ നേരത്തെ വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ അപ്പോഴും ഈ ചോരത്തിളപ്പുള്ള ആ യുവത്വത്തിലായിരുന്നു. അതെ അതെ, ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നുവെങ്കിലും ഇതിനിടയിൽ എൻ്റെ മൂത്ത ബ്രദറിനുണ്ടായ മാനസാന്തരം, ഒരുപക്ഷെ കേരളത്തിലൊക്കെ പഴയ കരിസ്മാറ്റിക്കായിരിക്കും എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു വൈപ്പിൻ സെബാസ്റ്റ്യൻ, അദ്ദേഹമാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരം എന്നെ പലപ്പോഴും ദൈവ ചിന്തയിലേക്കും ദൈവ ആശ്രയത്വത്തിലേക്കും ഇടയ്ക്കിടയ്ക്ക് എന്നെ ആകർഷിക്കാറുണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോഴൊക്കെ അവർ പങ്കുവയ്ക്കുന്നത് കാണുമ്പോഴും അവരുടെ സംസാരം, വൈദികരായിട്ടുള്ള ഇടപെടലൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നു. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് അതിലേക്ക് വരുവാൻ തക്കവണ്ണമെന്നുള്ള മാനസികമായ ഒരുക്കത്തിലൊന്നും ആയിരുന്നില്ല ഞാൻ. വിവാഹത്തിൻ്റെ ആഘോഷങ്ങളിലും അതിലെല്ലാം മുഴുകി വീണ്ടും ആ ഒരു സ്വാർത്ഥ ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടുപോയി. അപ്പോൾ വിവാഹശേഷം ഗ്ലാഡിസ് സിസ്റ്റർ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പുതിയ ഒരു കുടുംബം കൂടി ഇല്ലേ ബ്രദറിനോട് ചേർന്നു. ആ സമയത്ത് ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സ്പിരിച്വൽ ലൈഫിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാൻ പറ്റിയായിരുന്നോ? അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കാണുന്ന. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നടയിൽ വന്ന് നിന്നിട്ട് തിരികെത്തിച്ച് നിന്നിട്ട് ഈശോനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഇവരുടെ അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അമ്മച്ചിയുടെ പ്രാർത്ഥന എന്നെ എപ്പോഴും ആദ്യമൊക്കെ എനിക്ക് ഒരു കളിതമാശയായിട്ട് ഞാൻ എടുക്കുമായിരുന്നു. ഇവരുടെ ബലഹീനത കൊണ്ടാണ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, സ്വന്തം കഴിവിൽ ആശ്രയിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് ഇവരുടെ പ്രാർത്ഥനകളുടെ വ്യത്യസ്തം എന്നെ എപ്പോഴും എനിക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് അതുപോലെ പ്രാർത്ഥിക്കാനോ അതിനനുകരിക്കാനോ ഒന്നും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇവരുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഇയാളുടെയും പ്രാർത്ഥന എപ്പോഴും എനിക്കുണ്ട് എന്ന് എനിക്ക് പലതവണ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ അകപ്പെടേണ്ട പല കുരുക്കുകളിൽ നിന്നും പല ആപത്തിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചു എന്ന് എനിക്ക് പലപ്പോഴും അത് ബോധ്യം വന്നിട്ടുണ്ട്. യുക്തിവാദിയായ ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഗ്ലാഡിസ് സിസ്റ്ററിൻ്റെ കുടുംബമാണെങ്കിൽ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നൊരു കുടുംബം. അപ്പോൾ എങ്ങനെയായിരുന്നു റെമീജിയസ് ബ്രദർ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തതും? എന്താണ് ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായിട്ട് ഗ്ലാഡിസ് സിസ്റ്റർ ചെയ്തത്? ഭർത്താവിൻ്റെ കുടുംബത്തിലെ ചേട്ടൻ നല്ലൊരു കരിസ്മാറ്റിക് പ്രെയർ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ചേട്ടൻ പ്രാർത്ഥിച്ച ആ പ്രകാരം എന്നെ ഈശോ തിരഞ്ഞെടുത്ത് കൊടുത്തെന്ന് പറയാം റെമീജിയസിന്. പിന്നീടുന്ന് എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നോട് ചെറുതിലേ പറഞ്ഞു തരുമായിരുന്നു, മോൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ എന്നും പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥന ഞാൻ വിവാഹം കഴിയണവരെയും പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞു തരും, നല്ലൊരു ഭർത്താവായി മാറുവാൻ ഈശോയുടെ തിരുരക്തത്താൽ മോളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. അതെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഭർത്താവ് നല്ലൊരു ഭർത്താവ്, ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ച വിശ്വാസമുള്ള ഒരു ഭർത്താവായി ഇപ്പോൾ ജീവിക്കുന്നു. അപ്പോൾ ഗ്ലാഡിസ് സിസ്റ്ററുടെ ആ ശക്തമേറിയ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ഈ ഗൾഫിലേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. അത് ഞാൻ വീടിൻ്റെ തകർച്ച വളരെ വലിയ തകർച്ചയായിരുന്നു. ഈ ബ്രദറിൻ്റെ മദ്യപാനം മൂലം ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ പഠനത്തിലൊക്കെ എല്ലാവരും സ്വാധീനിച്ചു അത്. കാരണം അപ്പനും അമ്മയും ഏതു നേരവും ഈ ബ്രദറിനെ കുറിച്ചുള്ള ഉത്കണ്ഠയും കാരണം അവരും വളരെയധികം തളർന്നിരുന്നു. അപ്പോഴേക്കും ആ ഒരു തളർച്ച മാറുന്നത് ഞങ്ങളുടെ പള്ളിയിലേക്ക് പുതിയതായിട്ട് വന്ന വികാരി അച്ഛനിലൂടെയാണ്. വികാരി അച്ഛൻ പള്ളിയിൽ വന്ന് കുർബാനയെല്ലാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്ന ഒരു പതിവ് ആ അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ വീട്ടിൽ വന്ന് കയറുകയും ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അച്ഛൻ അറിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു.
അപ്പോഴേക്കും അപ്പൻ്റെ അമ്മയുടെ അടുത്തും വന്നിരുന്ന് അച്ഛൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ചേട്ടനും ചേട്ടത്തിയും കൂടി രാവിലെ കുർബാനയ്ക്ക് വരിക, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, പ്രത്യാശിക്കുക, തീർച്ചയായിട്ടും ഈ മകൻ മാറുമെന്ന് അച്ഛൻ പറഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും ഇത് കേട്ടതിന് ശേഷം പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ എപ്പോഴും ദിവ്യബലിയിൽ പോയി എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഒരു ദിവസം ഞങ്ങളുടെ വൈപ്പിൻ ദേശത്ത് തന്നെ നടന്നിരുന്ന ഒരു ചെറിയ കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്ക് ബ്രദറിന് കടന്നു ചെല്ലാൻ സാധിക്കുകയും, അന്നും അദ്ദേഹം മദ്യപിച്ചിട്ട് തന്നെയാണ് കടന്നു ചെന്നിരുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ട് വലിയൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വരികയും മരണം വരെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു ബ്രദറായിട്ട് മാറുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ വളരെ ഇതിൻ്റെ എല്ലാം ഒരു രത്നച്ചുരുക്കം എന്നോളം തന്നെ കർത്താവ് അപ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചൊരിഞ്ഞിരുന്നു. എൻ്റെ ഇളയ സഹോദരി ഇന്ന് ഇറ്റലിയിലാണ്, 35 വർഷമായിട്ട് ഇറ്റലിയിലാണ്, കന്യാസ്ത്രീ ആകാനായിട്ട് തീരുമാനമെടുത്തു. സഹോദരി സിസ്റ്റർ സ്റ്റെല്ല കന്യാസ്ത്രീയായി. എനിക്കപ്പോഴേക്കും ഗൾഫിലേക്ക് വരാനായിട്ട് 83-ൽ സൗദിയിലേക്ക് വരുവാനായിട്ടൊരു ജോലി ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ആ കമ്പനി, സൗദിയിലെ കമ്പനി കൊച്ചിയിൽ വരികയും അവരെന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും എനിക്ക് ഈ ഓഫർ വെച്ച് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് ജോലിക്ക് പോകുന്നു. ഇതൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അപ്പോഴും കർത്താവിലേക്ക് തിരിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ പഴയ പാപങ്ങളിൽ ഞാൻ അപ്പോഴും മുഴുകി തന്നെ ജീവിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പ്രാർത്ഥന കേൾക്കുമോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എന്നെ അതൊരിക്കലും സ്പർശിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞതുപോലെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ കണ്ടു, ജനിക്കും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് ബ്രദറിന് തീർച്ചയായിട്ടും അന്ന് തന്നെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പനും അമ്മയും കർത്താവിനെ മഹത്വപ്പെടുത്തി എന്നും വിശുദ്ധ ബലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ മദ്യപാനിയായിരുന്ന ചേട്ടൻ മാനസാന്തരപ്പെട്ടു, വലിയ വജ്രപ്രഘോഷകനായി മാറി. ഇളയ സഹോദരി കന്യാസ്ത്രീയായിട്ട് മാറി. ബ്രദറിനെ ദൈവം ഗൾഫിലേക്ക് ജോലിക്കായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഒരു ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി എന്തായിരുന്നു ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്? ഇപ്രകാരം ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് തരുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ ദൈവത്തോട് അടുക്കാനായിട്ടുള്ള ഒരാഗ്രഹം അതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷെ അതിലേക്ക് അടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതിൻ്റെ ഫലമായി എന്നെ ഒരല്പം ദുഃഖത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടില്ലേ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഈ പദ്ധതി തീർച്ചയായിട്ടും ഈ പദ്ധതി പ്രകാരം തന്നെയാണ് ഞാൻ കർത്താവിൻ്റെ പക്കലേക്ക് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയും മദ്യപാനവും എല്ലാം എനിക്കന്ന് ഒത്തിരി ഉണ്ടായിരുന്നു, കൂട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. ഒരിക്കൽ അവരുമായിട്ട് ഞാൻ മദ്യപിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും പള്ളിയിൽ പോയത് ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ ഒരു സുഹൃത്ത് പാർട്ടിക്ക് വരാൻ ഇത്രയും ലേറ്റായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ ഒരല്പം കോപത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഇപ്പോഴാണോ വരുന്നത്, ഞങ്ങളൊക്കെ ഓരോന്ന് സ്മോൾ കഴിച്ച് തുടങ്ങിയല്ലോ, ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാതെ ഞാൻ ഒരു സ്ഥലത്തും പോകാറില്ല, ഞാൻ അതൊരിക്കലും മുടക്കാറില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ദൈവമുണ്ടോ എന്ന്? അദ്ദേഹം ചിരിച്ചു കളഞ്ഞു. അതിന് പ്രത്യുത്തരമായിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ പെടുകയാണ്. ആ ആക്സിഡൻറ്റിൽ മറ്റ് 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ട്, അതായത് ഞാൻ പോയിരുന്ന ട്രാഫിക്കിൽ നിന്നും മറ്റ് ഓപ്പോസിറ്റ് ട്രാഫിക്കിലേക്ക് ഡിവൈഡർ മുറിച്ചുകൊണ്ട് വണ്ടി അപ്പുറത്തേക്ക് പോയി. ഈ ആക്സിഡൻറ്റ് നടക്കുന്നത് ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഇത് ഷാർജയിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. അതിനോടനുബന്ധിച്ച് ഒരു പോലീസുകാരിയായിരുന്നു മറ്റൊരു വാഹനം ഓടിച്ചിരുന്നത്. അവൾ ആശുപത്രിയിലാവുകയും അവർ ഒരു കേസ് കൊടുക്കുകയും എനിക്കെതിരെ, അത് ഷെറിയ കോടതിയിലേക്ക് കേസ് പോവുകയും അവിടെ വെച്ച് എനിക്ക് ഒരു 3 ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷ ഇപ്രകാരമായിരുന്നു: ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, 1 മാസം എന്നെ ജയിലിലിടുക, അതിനുശേഷം ഇവിടെ നിന്ന് നാട് കടത്തുക. ഈ 3 പണിഷ്മെൻറ്റാണ് ആദ്യത്തെ കോടതി വിധിച്ചത്.
എൻ്റെ സ്പോൺസറാണെങ്കിൽ ഒത്തിരി കഴിവുള്ള ഒരാളായിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥരാണെങ്കിലൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ജയിലിൽ പോകേണ്ടി വരുമെന്ന്. കാരണം ഇവരുടെ എല്ലാം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെന്നെ വെടിവെക്കുമെന്നാണ് കരുതിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ അത് അത്രമാത്രം അവരോട് ഞാൻ ആ പ്രകാരം ഒരു റിലേഷൻഷിപ്പും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. പിന്നീട് എന്തായിരുന്നു ആ കേസിലുമായിട്ട് ബന്ധം? അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പീലിന് പോയപ്പോഴേക്കും അവിടെ നിന്ന് കേസ് ഒന്ന് രണ്ടാമത് റിവൈസ് ചെയ്ത ഒരു വിധി ഇപ്രകാരമായിരുന്നു. ലൈസൻസ് ക്യാൻസലേഷൻ അവർ സ്റ്റോപ്പ് ചെയ്തു, ഡിപ്പോർട്ടേഷൻ വേണ്ടാന്ന് വെച്ചു, പകരം 1 മാസം ജയിലിൽ പോകണമെന്നുള്ള ഫൈനൽ വിധി വരികയാണ്. ആ വിധി ആർക്കും തടുക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ഇവിടെ കഴിവുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 1 മാസം എന്തു തന്നെയായാലും ജയിലിൽ പോയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് നമ്മുടെ എത്ര തന്നെ വലിയ കഴിവുള്ളവരാണെങ്കിലും അവർക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം വളരെ പരിമിതമാണെന്ന്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുകയോ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്യാതെ ഈജിപ്തിനെ ആശ്രയിക്കുകയും കുതിരകളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും ആശ്രയിക്കുന്നവർക്ക് ദുരിതം എന്ന് വചനം പറയുന്നുണ്ട്. ശരിക്കും ഈ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു അല്ലേ ബ്രദറിൻ്റെ ജീവിതത്തിൽ നടന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ മനുഷ്യരിൽ ആശ്രയിച്ചു, പക്ഷെ അവർക്ക് ആർക്കും ബ്രദറിനെ അന്നേരത്ത് സഹായിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. ഈ സമയത്ത് കുടുംബം എവിടെയാണ്? എൻ്റെ ഭാര്യയും മൂത്ത മകളും, രണ്ടാമത്തെ മകളായിട്ടില്ല ആ സമയത്ത്, മൂത്ത മകളും ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഷാർജയിൽ തന്നെ ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയതും അത് തന്നെയായിരുന്നു. കാരണം ഞാൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയും മകളും എങ്ങനെ ഇവിടെ കഴിയും, ആരായിരിക്കും ഇവർക്ക് തുണ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അതോടൊപ്പം തന്നെ ജയിലിൽ പോകാനുള്ള ഭയവും എന്നെ വേട്ടയാടി. അതെന്നെ ഒത്തിരി തളർത്തി കളഞ്ഞു ആ ഒരു സംഭവം. എനിക്ക് മനസ്സിലായി ഇതിന് ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഭാര്യ പോലും കാണാതെ പല സന്ദർഭങ്ങളിലും ഞാൻ നിലത്ത് സാഷ്ടാംഗ പ്രണാമം കിടന്ന് കരഞ്ഞ് ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ ഈ ജയിലിൽ പോകുന്നതിൽ നിന്ന് ഒഴിവാക്കി എന്നെ രക്ഷിക്കണമെന്ന്. അപ്പോഴും എന്നിലുള്ള മനുഷ്യനെ മാറ്റണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുകയോ അപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയോ ഞാൻ ചെയ്തിരുന്നില്ല. അറിയാനും പാടില്ലായിരുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് മാറിക്കിടണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഞാൻ നടത്തിയിരുന്നത്. അപ്പോൾ ജയിലിൽ പോയതിന് ശേഷം അവിടെ വെച്ച് എങ്ങനെയായിരുന്നു ഒരു ദൈവപരിപാലന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടായിരുന്നോ? ജയിലിലേക്ക് കടന്നു ചെന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഭാര്യയ്ക്ക് എന്നെ വന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ 3 സുഹൃത്തുക്കൾ അവർ കുടുംബസമേതം വന്ന് ഗ്ലാരിസിനെയും കൂട്ടിക്കൊണ്ട് ജയിലിൽ വരുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ദൈവം ഒരുക്കുന്നുണ്ട് ആരെയോ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഗ്ലാരിസിന് തനിച്ചൊരിക്കലും എന്നെ വന്ന് കാണാനായിട്ടുള്ള ശക്തി ഒരു പക്ഷേ ഉണ്ടായെന്ന് വരില്ല. അവിടെ വെച്ചിട്ട് മറ്റുള്ളവരോടെല്ലാം ഞാൻ സംസാരിക്കാനെല്ലാം തുടങ്ങി. അവരുടെ എല്ലാ ജീവിത കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദുഃഖം പതുക്കെ ഭയം പതുക്കെ ഇല്ലാതായി. അതിനുശേഷം അവിടെ വെച്ച് ഞാൻ ഒരു 5 പേരെ പരിചയപ്പെടുകയാണ്. ഈ 5 പേരും ഷാർജയിൽ വെച്ചുണ്ടായ ഒരു നാടകത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് 10 വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരായിരുന്നു. ഈ 5 പേരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവർ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ കേട്ടപ്പോഴേക്കും എൻ്റെ മനസ്സിനത് വല്ലാതെ വേദനിച്ചു. കാരണം അവർ ഡയറക്റ്റായിട്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്കാണ് അവർ ശിക്ഷിക്കപ്പെട്ടതെന്നുള്ളതായിരുന്നു അവരുടെ കാരണം. അവരുടെ കുടുംബത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളെല്ലാം കേട്ടപ്പോഴേക്കും ഓൾറെഡി അവർ 3 വർഷം ശിക്ഷ കഴിഞ്ഞു, ഇനി ബാക്കി 7 വർഷവും കൂടി അവർ ജയിലിൽ കഴിയണമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇവരെനിക്ക് ആശ്വസിപ്പിക്കാൻ ഞാൻ വാക്കുകൾ തപ്പുമായിരുന്നു. വാക്കുകൾ തപ്പുമ്പോഴേക്കും എല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്ന വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം എന്നാണ്. എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ഈ 1 മാസമല്ലേ ഉള്ളൂ, 1 മാസം ജയിൽ ശിക്ഷ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോയിട്ട് പോട്ട ആശ്രമത്തിൽ പോയിട്ട് അവിടെ ഒരു ദിവസം ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വലിയ അത്ഭുതങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള കർത്താവ് തീർച്ചയായിട്ടും നിങ്ങൾ 5 പേരെയും മോചിപ്പിക്കുമെന്ന്. ഇപ്പോൾ റെമീജിയസ് ബ്രദർ 1 മാസത്തോളം ജയിലിൽ ആയിരുന്നു അല്ലേ?
ആ സമയത്ത് ചേച്ചിയും കുഞ്ഞും ഒറ്റയ്ക്കായിരുന്നു ഷാർജയിൽ. ആ സമയത്ത് എന്തായിരുന്നു ചേച്ചിയുടെ ജീവിതാവസ്ഥ? എങ്ങനെയായിരുന്നു ചേച്ചി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചത്? വളരെ വലിയ ദുഃഖമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ എൻ്റെ ഈശോ എന്നെ ആ സമയത്ത് കൈപിടിച്ച് എനിക്ക് ആ ദുഃഖം ഓർക്കാൻ എനിക്ക് ഈശോ എന്നെ അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ എന്നും ഈശോ ഉണ്ടെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ആ 30 ദിവസം പോയത്. അതിനുശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയും അവിടെ വെച്ച് ഒരു ദിവസം പോട്ടയിൽ പോയി ഞങ്ങൾ ധ്യാനം കൂടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുവാനായിട്ടുള്ള യാതൊരുവിധ ധൈര്യവും ഞങ്ങൾക്കില്ലായിരുന്നു. അത്രമാത്രം ഞാൻ പൂർണ്ണമായിട്ടും ഭയന്ന് തകർന്നിരിക്കുകയായിരുന്നു. തിരിച്ച് വണ്ടി ഓടിക്കാനോ കാർ കാണുമ്പോൾ തന്നെ ഭയം എന്നുള്ള ഒരവസ്ഥയിലേക്കായിരുന്നു ഞാൻ ആയിരുന്നത്. എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി 3 പേര് കൂടി കോട്ടയിൽ ഒരു ദിവസം പോയി ഇരുന്നു. അന്ന് കൺവെൻഷൻ നടക്കുകയായിരുന്നു. അവിടെ കൺവെൻഷനിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ 5 പേർക്ക് വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. ഏകദേശം 4 മണിയായപ്പോഴേക്കും സ്റ്റേജിൽ നിന്ന് കൊച്ചു മാത്യു അച്ഛൻ വിളിച്ചു പറയുന്നത് കേട്ടു, ഗൾഫിൽ നിന്ന് അപകടം മൂലം വന്നിരിക്കുന്ന ഒരു ഫാമിലി ഇവിടെ ഇരിക്കുന്നു, അവരോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു, സന്തോഷമായിട്ട് തിരിച്ചു പോവുക, അടയാളമായിട്ട് മകൾ എടുത്തിരിക്കുന്ന നീല സാരിയാണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗ്ലാരിസ് ഇട്ടിരുന്നതാണെങ്കിൽ നീല സാരിയായിരുന്നു. ആ നിമിഷം തന്നെ എനിക്ക് അനുഭവപ്പെട്ടൊരു വലിയൊരു ആശ്വാസം. ഇങ്ങോട്ട് തിരികെ വരാനായിട്ടുണ്ടായിരുന്ന സകല ഭയവും എന്നെ വിട്ടുപോയി. ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് തിരികെ വരികയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നീട് ബ്രദർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് എങ്ങനെയാണ് ബ്രദറിൻ്റെ ആത്മീയ ജീവിതവും ഈ പ്രൊഫഷണൽ ജീവിതവും ബ്രദർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പഴയ ആ ഒരു ഭയമെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിരുന്നു അപ്പോഴേക്കും. അങ്ങനെ ഞാൻ അപ്പോഴേക്കും ഇവരെ ഈ 5 പേരെ ജയിലിൽ കിടക്കുന്നവരെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു. അപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു വലിയൊരു സന്തോഷ വാർത്തയായിരുന്നു. ആ ആഴ്ചകളിൽ തന്നെ അവർ 5 പേരെയും ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവരുടെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഷെയ്ഖ് അവരെ റിലീസ് ചെയ്തു എന്നുള്ളത്. റമീജിയസ് ബ്രദറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ദൈവത്തിലേക്ക് അടുക്കാൻ മടി കാണിച്ചിരുന്ന അദ്ദേഹത്തെ ഒരു കൊച്ചു സഹനത്തിലൂടെ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ സഹനത്തിൻ്റെ സമയത്ത് ജയിലിൽ പോകല്ലേ എന്ന് അദ്ദേഹം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും ദൈവം അദ്ദേഹത്തെ ജയിലിൽ പോകാൻ അനുവദിച്ചു. പക്ഷേ അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി വേറെ 5 ആത്മാക്കളെ രക്ഷിക്കലായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി, അല്ലേ? ജോലിയുടെ മേഖലയിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? ജോലിയുടെ മേഖലയിൽ ഇടപെടുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നത് ഞാൻ കൂടുതൽ കർത്താവിനെ അറിയണമെങ്കിൽ വചനം വായിക്കണം, വചനത്തിലൂടെ പോകണം എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പക്ഷെ അന്നൊക്കെ ബൈബിൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകില്ലായിരുന്നു. കുറച്ച് നേരം വായിച്ചപ്പോൾ തന്നെ ഞാൻ മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കലേ ഞാൻ ഗ്ലാരിസുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും എൻ്റെ പ്രയാസങ്ങളൊക്കെ. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു തന്നു, സൗകര്യമുള്ളപ്പോഴേക്കും ആരുമില്ലാത്ത സമയത്ത് പള്ളിയിൽ പോയിരുന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവം ഉണ്ടാകുമെന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ചു. ഞാൻ ദുബായ് പള്ളിയിൽ ഇതുപോലൊരു അവസരം കിട്ടിയപ്പോഴേക്കും പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയാത്ത രീതിയിലാണ് ഞാൻ കടന്നതെന്നെങ്കിലും അവിടെ കണ്ട ഒരു ചിത്രം എന്നെ അതിലേക്ക് ആകർഷിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം കടന്നു വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ ഞാൻ കർത്താവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ദാഹമില്ല, അതുകൊണ്ട് നീ എനിക്ക് ദാഹം തായോ, എന്നാലല്ലേ എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് കുടിക്കാൻ പറ്റുള്ളൂ എന്ന്. ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വളരെ കാഷ്വലായിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കർത്താവ് കേട്ടു എന്നുള്ളതിന് 100% എനിക്കന്ന് ഉറപ്പ് തന്നത് ഞാൻ ഓഫീസിലെത്തിയപ്പോഴേക്കും എൻ്റെ ടേബിളിൽ ആരോ കൊണ്ടുവന്നൊരു വചനോത്സവവും ശാലവും പുതിയത് വെച്ചിട്ട് പോയിരിക്കുന്നു. ഞാനൊന്ന് തുറന്ന് വായിച്ചിട്ട് എനിക്ക് പിന്നെ അത് അടച്ചു വെക്കാൻ എനിക്ക് തോന്നാത്തവണ്ണം അത്രമാത്രം ദാഹം കർത്താവ് തന്നു. വചനത്തിൽ ഞാൻ വായിക്കും തോറും അറിയും തോറും എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി സ്വാധീനിക്കുന്നുണ്ടെന്ന്. എൻ്റെ കുറേ ബലഹീനതകളെല്ലാം മാറാനായിട്ട് തുടങ്ങി. അതോടുകൂടി അതെൻ്റെ ജോലിയിലും തീർച്ചയായിട്ടും ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാക്കി. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഭീരുത്വത്തിൻ്റെ ആത്മാവരെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. പിന്നീട് എങ്ങനെയാണ് ബ്രദറിൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ്?
സാധാരണ ഒരു മെക്കാനിക്കാണ് ഞാൻ. വെറും 10ാം ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. വർക്ക്ഷോപ്പിൽ നിന്ന് പണി പഠിച്ചുകൊണ്ട് ഞാനൊരു മെക്കാനിക്കായിട്ട് കടന്നു വന്ന ആൾ. ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ആ കമ്പനിയിൽ മെയിൻ്റനൻസിൻ്റെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മെഷീൻ കേടായോ പ്രൊഡക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഒരു ഭയത്തോടെയാണ് എല്ലാ ദിവസവും ഞാൻ കമ്പനിയിലേക്ക് കടന്നു വന്നിരുന്നത്. പക്ഷേ ഞാൻ ഈ വചനത്തിലേക്ക് ആഴപ്പെട്ടു തോറും എനിക്ക് മനസ്സിലായി ഈ ഭയമെല്ലാം എന്നെ വിട്ടുമാറി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. കമ്പനിക്ക് 3 ഫാക്ടറി ഉണ്ട്. ഒരു ഫാക്ടറി ഷാർജയിൽ, ഒരു ഫാക്ടറി ദുബായിൽ, ഒരു ഫാക്ടറി സൗദിയിൽ. ഈ 3 ഫാക്ടറിയുടെയും കമ്പനിയുടെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള മാറ്റേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ ചാർജ് എനിക്കാണ്. ഞാൻ ഇന്ന് കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബ്രദറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ബ്രദറിനെ ദൈവം ഒരു വലിയ കമ്പനിയുടെ ദുബായിലും ഷാർജയിലും സൗദിയിലും എല്ലാമുള്ള ഫാക്ടറികളുടെ എല്ലാം ഇൻചാർജായിട്ട് ചീഫ് എഞ്ചിനീയറായിട്ട് ദൈവം എടുത്ത് ഉയർത്തി. ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ. ഇനി എന്താണ് ബ്രദറിൻ്റെ ഒരു സ്വപ്നം? കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബ്രദറിൻ്റെ ഒരു സ്വപ്നം. ഞാൻ ഈ നവീകരണത്തിലേക്ക് എനിക്ക് തോന്നി, ഞാൻ വന്നതിന് ശേഷം ഞാൻ ഷാർജ കരിസ്മാറ്റിക് കൂട്ടായ്മയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്കൊരാളോട് ഒരു ദിവസം ഈശോനെക്കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എൻ്റെ ഓഫീസിലോട്ട് കടന്നു വരുന്ന ആരാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് ദേശക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരു അവസരം എനിക്ക് കർത്താവ് തരും. സംസാരത്തിന് മധ്യേ അവരോട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാൻ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കർത്താവ് തരുന്ന നിത്യജീവനെക്കുറിച്ചും എല്ലാം അവരോട് സംസാരിച്ചിട്ടേ ഞാൻ അവരെ വിടുകയുള്ളൂ. ഇത് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും എല്ലാവരോടും കഴിയുന്നത്ര ആളുകളോട് ഈശോനെക്കുറിച്ച് പറയണം. അവരിലെല്ലാം ഈശോയെ കണ്ടെത്തണം. അവർ ഈശോയുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റെമീജിയസ് ബ്രദറിൻ്റെയും ഗ്ലാഡിസ് സിസ്റ്ററുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതം ഇടപെടൽ നമ്മൾ കണ്ടു. ഒരു യുക്തിവാദിയായിരുന്ന, ദൈവത്തിൽ ആശ്രയിക്കാതിരുന്ന റെമീജിയസ് ബ്രദറിനെ ദൈവം തൻ്റെ സ്വന്തമാക്കി മാറ്റി. സഭയെ പീഡിപ്പിക്കുവാനായിട്ട് പുറപ്പെട്ട സാവൂളിനെ കുതിരപ്പുറത്തു നിന്നും തള്ളിയിട്ട് പൗലോസാക്കി മാറ്റിയ നമ്മുടെ നല്ല ദൈവം റെമീജിയസ് ബ്രദറിനെയും അതിലൂടെ അങ്ങനെ തന്നെ വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചു. ഇന്ന് അദ്ദേഹവും കുടുംബവും ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ദൈവത്തിലേക്ക് യേശുവിന് വേണ്ടി എങ്ങനെ ആത്മാക്കളെ നേടാം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നമുക്കും അണിചേരാം. ഞാൻ എൻ്റെ ജീവിതത്തെ 100% എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കർത്താവിനോട് ചേർന്ന് ആ കർത്താവിന് വേണ്ടി ഞാൻ ആത്മാക്കളെ നേടും എന്നുള്ള ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിലെടുക്കാം. അതിനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.